ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഏതെങ്കിലും ഒരു സെറം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടും. കാരണം സ്കിന്നിന് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ സെറം ഉപയോഗിക്കേണ്ടത്. ചിലർക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സെറം ഉപയോഗിക്കുന്നത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ വെറുതെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആരും സെറം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് സെറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് അബ്സോർബിംഗ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് സെറം. ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഹൈ കോൺസെൻട്രേഷനിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്കിന്നിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് ആവശ്യമുള്ളത് എന്ന് നോക്കിയിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഒരു സെറം വേണം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പല ടൈപ്പ് ഓഫ് സെറംസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡ് സെറം ഉണ്ട്. ഇനി പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നതിനുള്ള സെറമുണ്ട്, ഡൾനെസ്സിനുള്ള സെറമുണ്ട്, ആക്നെക്കുള്ള സെറമുണ്ട്, ഏജിങ്ങിനുള്ള സെറമുണ്ട്. അങ്ങനെ ഓരോ ഇഷ്യൂസിനും പറ്റിയിട്ടുള്ള പല ടൈപ്പ് ഓഫ് സെറംസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം തീർച്ചയായിട്ടും നിങ്ങൾ സെറം വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെറം സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഹൈഡ്രേഷന് മാച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്ന സെറം ആയിരിക്കല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒരു സെറം വാങ്ങിച്ച് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി സ്കിന്നിന് ഏത് സെറമാണ് വേണ്ടത്, ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് എന്ന് നോക്കി മാത്രമേ സെറം നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഓരോ ഇഷ്യൂസിനും സ്കിന്നിലെ ഓരോ ഇഷ്യൂസിനും പറ്റിയ സെറം ഏതൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അതനുസരിച്ച് മാത്രമേ സെറം വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിനു മുന്നേ സെറം വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യണം. അങ്ങനെ മാത്രമേ നമ്മൾ സെറം അപ്ലൈ ചെയ്യൂ. ഡയറക്റ്റ് ഫേസിൽ സെറം ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ബേസിക്കായിട്ട് നമ്മുടെ ഫേസ് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യണം, ടോണർ യൂസ് ചെയ്യണം, സെറം അപ്ലൈ ചെയ്യണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും ഇട്ട് സ്കിൻ ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ഫോളോ ചെയ്ത് തന്നെ വേണം നിങ്ങൾ സെറം അപ്ലൈ ചെയ്യാൻ. അല്ലാതെ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എടുത്ത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സെറം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ക്ലെൻസിങ് കഴിഞ്ഞ് ഡയറക്റ്റ് സെറം അപ്ലൈ ചെയ്യുക, അങ്ങനെയൊന്നും അല്ല. ക്ലെൻസിങ് കഴിഞ്ഞ് ടോണർ കഴിഞ്ഞ് സെറം കഴിഞ്ഞ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ, ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ഫോളോ ചെയ്യുന്നത് സെറം ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് സ്കിന്നിന് നോർമൽ ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ഇഷ്യൂസിനും പറ്റിയ സെറംസ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് സെറം ഏതാണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്യൂ ഡീഹൈഡ്രേഷൻ ആണ്, നിങ്ങളുടെ ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട സെറത്തിൽ വരേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഹൈലറോണിക് ആസിഡ് ആണ്. സോ ഹൈലറോണിക് ആസിഡ് സെറം വേണം ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ. അതുകൂടാതെ ഗ്ലിസറിനും സെറാമൈഡ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ സ്കിൻ ഡള്ളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ബ്രൈറ്റ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാം. പിന്നെ സ്കിന്നിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾക്കൊരു സെറം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെറമാണ് വിറ്റാമിൻ സി സെറം. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആക്നെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഓയിൽനെസ് കൺട്രോൾ ചെയ്യണം, ബ്ലാക്ക് ഹെഡ്സ് ആണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറം സാലിസിലിക് ആസിഡ് സെറവും നിയാസിനമൈഡ് സെറവും ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ഇഷ്യൂ ആൻറ്റി ഏജിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് റെറ്റിനോള്, പെപ്റ്റൈഡ്സ്, സെറാമൈഡ്സ് ഒക്കെ വരുന്ന സെറാണ് നിങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ആൻറ്റി ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ സെറാണ്. ഇനി നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ആണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ആൽഫ ആർബുട്ടിൻ വിറ്റാമിൻ സി സെറവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും അല്ല ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെയിലി ബേസിസിൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സെറം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി സെറമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം തീർച്ചയായിട്ടും നിങ്ങൾ സെറം സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ ഏതെങ്കിലും സെറം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 ടൈപ്പ് സെറം യൂസ് ചെയ്തിട്ടുണ്ട്. 2 ബ്രാൻഡിൻ്റെ സെറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ ബ്രാൻഡും എനിക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് റിവ്യൂ പറയാനോ റേറ്റിംഗ് പറയാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെറം എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് കുറച്ച് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അതേപോലെ തന്നെ മിനിമലിസ്റ്റിൻ്റെ ഈ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡ് സെറവും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിപൊളി സെറമായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 സെറത്തിൻ്റെ ബ്രാൻഡുകളാണ് മിനിമലിസ്റ്റും ഡെർമാക്കോയും. യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി വേറെ ഒരുപാട് ബ്രാൻഡ്
ബ്രാൻഡുകളുടെ അവൈലബിൾ ആണ്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയ 2 ബ്രാൻഡാണ് മിനിമലിസ്റ്റും ഡെർമാക്കോയും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു.